അതുകൊണ്ട് ആദ്യം എഴുന്നേറ്റാൽ ഉടനെ ആദ്യത്തെ കർമ്മമായി അവരതാ പറയാ. ജീവികളൊക്കെ എങ്ങനെയാന്ന് തോന്നുന്നു അല്ലേ? അല്ലേ അല്ലേ കോഴിയൊക്കെ എങ്ങനെയാന്ന് തോന്നുന്നു? കൂട് തുറന്നു വിട്ടാൽ ഉടനെ അവൻ പുറത്തുപോയി ഒരോട്ടത്തിന് പുറത്തേക്ക് ചാടി കുറച്ചു ദൂരം പോകും. കൂടിനെടുക്കുന്ന കുറച്ചു ദൂരം പോയി ഒരിടത്തേക്ക് ഇരുന്ന് പെട്ടെന്ന് ഈ സാധനം പുറത്ത് കളയും. എന്നിട്ട് ആ ചിറകൊക്കെ ഒന്ന് കുടഞ്ഞ് വൃത്തിയാക്കിയിട്ടേ പോയി വല്ലതും കൊത്തി തിന്നുള്ളൂ. അപ്പൊ പല്ലുകൾക്കിടയിലും വായിലും ഒക്കെ ഒരുപാട് മാലിന്യങ്ങൾ പറ്റിയിരിക്കുകയും തന്നിൽ നിന്ന് രൂപാന്തരപ്പെട്ട ഉമിനീർ പോലെയുള്ള പദാർത്ഥങ്ങളൊക്കെ തലേ ദിവസം മുതലുള്ളത് കിടന്ന് അതിലൊക്കെ തന്നെ പലതരം ബാക്ടീരിയകൾ രൂപപ്പെടുകയും ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ അവയൊക്കെ പുറത്തു കളയുകയും വൃത്തിയാക്കുകയും ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായി തന്നെ ആഹാരമോ ജലമോ അകത്തേക്ക് വിടുമ്പോൾ ആ കടന്നുപോകുവാനുള്ള ജലമല്ലെങ്കിൽ ആഹാരം കടത്തിവിടുന്ന പെരിസ്റ്റാൾസിസിനായിക്കൊണ്ട് വായു സഞ്ചരിക്കുമ്പോൾ അകത്തിരിക്കുന്ന പദാർത്ഥങ്ങളെ പുറത്തേക്ക് വിടാനുള്ളതായ ആ മസിൽ മൂവ്മെന്റുകൾ അപ്പുറത്ത് കിട്ടാൻ ശരീരം സമ്മതിക്കാതിരിക്കുകയും ഈ മുകളിലേത് അകത്തെത്തി തടഞ്ഞു നിൽക്കുന്നതിന് പര്യാപ്തമാകുമാറുള്ള പ്രവർത്തനങ്ങൾക്കായി ശരീരം തയ്യാറെടുക്കുന്ന വേളയിൽ തന്നെ ഇത് പുറത്തു കളയാൻ പോയിരിക്കുകയും ചെയ്യുമ്പോൾ ആരോഗ്യത്തിന്റെ കാര്യം പരിതാപകരമാകുമെന്നാണ് അവരുടെ അഭിപ്രായം. ഞാൻ പറഞ്ഞ രണ്ടും മനസ്സിലായോ എന്ന് ശങ്കയുണ്ട്. ബെഡിൽ എഴുന്നേറ്റാൽ ഉടനെ ബെഡ് കോഫി അല്ലേ, അങ്ങനെ ഉടനെ ഇല്ലേ, ബെഡ് കോഫി കുടിക്കുക, എന്തെങ്കിലും ലഘുവായി കഴിക്കുക, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവയൊക്കെ ചെയ്യുമ്പോ ഇവിടുന്ന് അങ്ങോട്ട് പോകേണ്ട മൂവ്മെന്റിന് പെരിസ്റ്റാൾസിസ് ഉണ്ടാകണം. കുടലിങ്ങനെ മൂവ് ചെയ്ത അകത്തേക്ക് കടത്തിവിടുന്നത്. അതിന്റെ പ്രവർത്തനം അവിടെ ആരംഭിച്ചു കഴിഞ്ഞാൽ ഏറ്റവും താഴെയുള്ളിടത്തൊരു പ്രവർത്തനം നടത്തി വേണം ഇത് പുറത്തു തള്ളാൻ. ആ പ്രവർത്തനവും ഈ പ്രവർത്തനവും രണ്ടും വിപരീത ദിശയിലാകൊണ്ട് അത് ആരോഗ്യത്തെ ബാധിക്കും. അതുകൊണ്ട് ആദ്യം ഇതൊക്കെ പുറത്തു തള്ളണം. ഇതാണ് അവര് പറഞ്ഞു വെച്ചത്. ഒന്ന്. രണ്ട്, വായിലുള്ള മുമ്പ് പറഞ്ഞ അണുക്കളെയും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് ഈ ആഹാരം നേരെ ഉള്ളിൽ ചെന്നാൽ വയറാകെ താറുമാറാകും. പല്ലും വായുമാണ് വയറിന്റെ രോഗങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്നത്. വായ്പുണ്ണിലും ഡയറിയയിലും മറ്റും ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഇപ്പൊ നമ്മളീ പലർക്കും വായ്പുണ്ണുണ്ടാവും, നാവ് പൂപ്പലുണ്ടാവും, അതിന് പോയി 4 ടാബ്ലറ്റ് വാങ്ങിച്ച് കഴിക്കും. എന്റെ അറിവ് ശരിയാണെങ്കിൽ ചെന്നാൽ ഉടനെ ബി കോംപ്ലക്സിന്റെ കുറവാണെന്നുള്ളതുകൊണ്ട് വൈറ്റമിൻ ബി കോംപ്ലക്സ് തന്നെ കൊടുക്കും. B12 കുറഞ്ഞാൽ അനീമിയയും ഉണ്ടാവും. കേരളം 600 ടൺ ബി കോംപ്ലക്സ് കക്കൂസിൽ കളയുന്നുണ്ട് ഒരു വർഷം. കൃത്യമായി എടുത്തിരിക്കുന്ന സ്ഥിതിവിവര കണക്കാണെന്ന് അവകാശപ്പെടുന്നതാണ് മെഡിക്കൽ സയൻസ്. 600 ടൺ. അത് കൂടുതലേ ആകാൻ വഴിയുള്ളൂ. ഇതേ മുമ്പ് പറഞ്ഞാണെന്ന് തോന്നുന്നു. ഇല്ല, കാരണം എവിടെയെങ്കിലും ഒരു ചെറിയ ബ്ലീഡിംഗ് ഒക്കെ വരുമ്പോൾ ബ്ലീഡിംഗ് ഒന്നും നോക്കാതെ ചെല്ലുമ്പോഴേ വൈറ്റമിൻ ബി കോംപ്ലക്സ് കുറിച്ചു കൊടുക്കും. ഇവൻ കഴിച്ചാൽ അത് മുഴുവൻ വെളിയിൽ പോകും. അങ്ങനെ സ്വീകരിക്കില്ല ഈ സാധനം. വായ്പുണ്ണായിട്ട് എന്നാൽ ഉടനെ ഇത് കുറിച്ചു കൊടുക്കും. ഇതിന് കാരണം ആഹാരം വേണ്ടത്ര പാകം ചെയ്യുന്നതിന് മുമ്പ് ഒന്നും കഴിക്കരുത്. ഞാൻ ആ പറഞ്ഞത് തെറ്റിദ്ധരിക്കുമെന്ന് തോന്നുന്നു. അടുക്കള പാകം ചെയ്യുന്നതിന് മുമ്പൊന്ന് ധരിക്കും. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. കഴിച്ച ആഹാരം കോഷ്ടത്തിൽ പാകം ചെയ്യുന്നതിന് മുമ്പ്, പക്വാശയത്തിൽ ആഹാരം ജീർണിക്കുന്നതിന് മുമ്പ്, അജീർണമാകുമ്പോൾ
ആഹാരം അതിന്റെ പുറകെ പിന്നെയും കഴിക്കുക. അതുകൊണ്ടാണ് രാവിലെ ആദ്യം കഴിക്കുകയല്ല, ആദ്യം ഇതൊക്കെ കളയണം. അത് കഴിയുന്നതും സ്വച്ഛന്തമായിരിക്കണം, വൃത്തിയായി ശുചിയായി കഴുകണം. എങ്ങനെയെന്ന് വരെയൊക്കെ പറയുന്നുണ്ട്. പണ്ട് കാലത്തായതുകൊണ്ട് മണ്ണ് തൊട്ടെന്നൊക്കെ പറയും, സോപ്പ് മതിയാവും. അതുകൊണ്ട് കഴുകണം, കൈയും കഴുകണം. ശൗചാദികൾ ചെയ്യുമ്പോൾ ആ വെള്ളം കാലിലോ തുണിയിലോ വീഴരുത്, രോഗങ്ങൾക്ക് കാരണമാവും. മൺകൂനകളുടെ മുകളിൽ, ചാണകത്തിന് മുകളിൽ, ചാരക്കൂനയിൽ, മരത്തിന് ചുവട്ടിൽ, മരക്കൊമ്പിൽ, വീടിനടുത്ത് ബഹുമാനിതർ, ആചാര്യന്മാർ എന്നല്ല അവിടെ കൊടുത്തിരിക്കുന്ന ബഹുമാനിതർ എന്നാണ്, ബഹുമാനിതർ സ്ത്രീകൾ മുതലായവർക്ക് മുമ്പിൽ സൂര്യൻ അഭിമുഖമായി ഒന്നും ഇരുന്ന് ഇത് ചെയ്യരുതെന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അടച്ചു മൂടിയതിനുള്ളിൽ ഇരുന്നേ ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പണ്ട് എഴുതി വെച്ചതിലുള്ളതാണ് ഇതെല്ലാം. ആരോഗ്യം തന്റെയും സമാജത്തിന്റെയും നിലനിൽക്കണമെങ്കിൽ രാവിലെ വടക്കോട്ടും ഉച്ച കഴിഞ്ഞ് തെക്കോട്ടും തിരിഞ്ഞിരുന്ന് വേണമെന്നും എഴുതിയിട്ടുണ്ട്. അവയൊക്കെ ഇപ്പോ പ്രായോഗികമാണെന്ന് പറഞ്ഞുകൂടാ, കാരണം കാലമൊക്കെ മാറി. ഒന്ന് മാത്രം ശ്രദ്ധിക്കുന്നത് കൊള്ളാം, മറ്റതൊക്കെ ഞാൻ പഴയതങ്ങ് അതേപടി സ്റ്റേറ്റ്മെന്റ് തന്നേ ഉള്ളൂ. അതിലൊരെണ്ണമെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുന്നത് കൊള്ളാം, അടുത്താവരുതെന്നുള്ളത്. വീടിനടുത്തെന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ മാറ്റാം, അടുക്കളയ്ക്കടുത്തെങ്കിലും ആവരുതെന്ന് നോക്കാം. വീട് പണിയുമ്പോൾ അതെങ്കിലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എടുത്തു പറയാൻ കാരണം, അടുക്കളയുടെ അടുത്താണ് നിങ്ങളുടെ ക്ലോസറ്റ് എങ്കിൽ, അത് യൂറോപ്യൻ ക്ലോസറ്റ് കൂടിയാണെങ്കിൽ, ഇപ്പോൾ വാങ്ങിക്കുന്ന ക്ലോസറ്റുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും അതിന്റെ പുറമേയുള്ള ബോഡിയും അകത്തേക്ക് വളഞ്ഞിരിക്കുന്ന ഒരു ബോഡിയുമുണ്ട്. ഭാവന ചെയ്യാൻ പറ്റുമോ? വീട്ടിൽ ചെന്ന് നോക്കണം, അകത്തേക്ക് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു ബോഡിയുണ്ട്. ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഈ ബോഡിക്ക് ഇങ്ങനെ ഒരു ഇടയുണ്ട് ഉള്ളില്, കൈ കിടക്കില്ല, ബ്രഷുകളും കിടക്കില്ല. മനസ്സിലായോന്നറിയില്ല. അതിന്റെ ഇടയിലുള്ള സുഷങ്ങളിൽ നിന്നായിരിക്കും വെള്ളം പലപ്പോഴും വരുന്നത്. അപ്പൊ നിങ്ങൾ പോയി ഈ ക്ലോസറ്റിൽ ഇരുന്ന് കഴിഞ്ഞ് ആ വിസർജ്യ വസ്തുക്കൾ താഴേക്ക് വീഴുമ്പോ അവ സ്പ്ലാഷ് ചെയ്യും. സ്പ്ലാഷ് ചെയ്യാന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നതായിരിക്കുന്നു, ചെതറും. അപ്പൊ അതിന്റെ ഇടയിൽ കയറിയിരിക്കും. അത് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാനാവില്ല ഒരിക്കലും. നിങ്ങൾ ക്ലീൻ ചെയ്യാറും ഉണ്ടാവില്ല അത്ര വൃത്തിയായി. ഒരു വീട്ടിലെയും ക്ലോസറ്റ് അത്ര വൃത്തിയിലൊന്നും ആദ്യത്തെ ഒരാഴ്ച ഗ്ലാമർ റൂം ആയിരിക്കും, പിന്നെ ഗ്ലാമർ റൂമൊന്നുമായി തുടരില്ലെന്നാണ് എന്റെ വിശ്വാസം. പറഞ്ഞോട്ടെ, ആദ്യത്തെ ഒരാഴ്ച ഗ്ലാമർ റൂമൊക്കെ ആയിരിക്കും. അപ്പൊ ഇത് സ്പ്ലാഷ് ചെയ്തതിന്റെ ഇടയിൽ കയറി ഇരുന്ന് കഴിഞ്ഞ് നിങ്ങൾ മിക്കവാറും വീട്ടിലുള്ള അംഗങ്ങൾ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് 10 മണി കൊണ്ട് ഇതുമായുള്ള ബന്ധം തീരും. ഏതാണ്ട് ജനറലി, എക്സെപ്ഷണൽ കേസിൽ പിന്നെയും ഇടയ്ക്ക് പോയേക്കാം. ജനറലി രാവിലെ ഒരു 10 മണിയാകുമ്പോഴേക്ക് മിക്കവാറും എല്ലാവരും ഇതുമായിട്ടുള്ള ബന്ധമൊക്കെ വിട്ടിങ്ങി പോരും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിക്കുന്ന പണി വേണ്ടി വരുന്നില്ല. ഇതിൽ നിന്നുള്ള ഫ്ലഷ് വർക്ക് ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല. അങ്ങനെ വരുമ്പോ ഇതിനകത്ത് ജീവിക്കാൻ കൂടിയിരിക്കുന്ന കുറെ ആളുകളുണ്ട്. നിങ്ങളുടെ നാട്ടിൽ അതിന് പാറ്റാന്ന് പറയും, ഞങ്ങൾ കൂറാന്ന് പറയും. ഇവിടെ പാറ്റാന്നല്ലേ പറയാ. അവ അതിനകത്ത് കൂടുവെക്കും. നിങ്ങളെല്ലാം പോന്നു കഴിഞ്ഞൊരു 11-12 മണിയാകുമ്പോ അവൻ ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങും. അതിനകത്ത് ഈ വെള്ളം വരുന്ന ഭാഗമൊക്കെ അവന് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് അവൻ സുരക്ഷിതമായ അതിനകത്ത് ജീവിക്കുന്നത്. വീട്ടിൽ ചെന്നിട്ട് അടുക്കളയുടെ അടുത്ത് വർക്ക് ഏരിയയിലോ അടുക്കളയോട് ചേർന്നൊക്കെ ഈ ക്ലോസറ്റ് ഉണ്ടെങ്കിൽ, ചിലപ്പോൾ ബെഡ്റൂം അടുത്താണ് അവിടെ ഉണ്ടെങ്കിൽ പോലും, ഈ ക്ലോസറ്റിൽ നിന്ന് നിങ്ങളുടെ ഭിത്തിയുടെ അരികിലൂടെ എത്ര പൊടിയുണ്ടെങ്കിലും തെളിഞ്ഞൊരു പാത കാണാം. പോയി നോക്കി കണ്ടുപിടിക്കുക. നിരന്തരമായി ഇവൻ സഞ്ചരിച്ചതിന്റെ ഒരു പാത. ഉറുമ്പ്, പാറ്റ മുതലായവയൊക്കെ സഞ്ചരിക്കുമ്പോഴൊരു പാതയുണ്ടാവും നന്നായി.
അത് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ ഇവനിങ്ങനെ സഞ്ചരിച്ചൊരു പാതയുണ്ടാവും. അവൻ നേരെ വരുന്നത് നിങ്ങളുടെ അടുക്കളയിലേക്കാണ്. നിങ്ങൾ ചോറും കറിയും ഒക്കെ ആവി പോകാൻ തവി കൊണ്ട് പൊക്കി വെച്ചിട്ടുണ്ടാവും. മനസ്സിലായോന്നറിയില്ല. ഒരു 10-11 മണിയാകുമ്പോഴത്തേക്ക് അരി വാർത്തിട്ട് നിവർത്ത് വെച്ച് അതിന്റെ ആ അടപ്പ് ഒരു തവി ഇങ്ങനെ വെച്ച് പൊക്കി വെക്കും, അകത്തൊന്നും വീഴാതിരിക്കാനും ആവി പോകാനും. കുറച്ചേരം കഴിഞ്ഞ് ആവി പോയാലും നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നൊന്നുമില്ല. പുട്ടൊക്കെ ആണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ചിലത് കുറച്ച് അടച്ചും ഒട്ടൊക്കെ അടയ്ക്കാതെയും കുറെ തുറന്നും അവിടെ ഇരിപ്പുണ്ടാവും. മനസ്സിലായോന്നറിയില്ല. ഇവന്റെ അതിന്റെ അകത്തുനിന്ന് നേരെ വന്ന് ഈ വക്കേ കയറും. അവിടെ ഇരുന്നുകൊണ്ട് ഇതെ നക്കും. ഇവന്റെ കാലുകളിൽ നിന്നും മറ്റും വേണ്ടത്ര രോഗാണുക്കൾ ഇതിലൊക്കെ പിടിക്കും. കഴിച്ചു കഴിയുമ്പോൾ ആരോഗ്യം പോകും. വല്ലപ്പോഴുമൊക്കെ നോക്കുന്നത് നല്ലതാണ്. പറഞ്ഞതുപോലെ തന്നെ ഉണ്ടോ, ഇങ്ങനെ പാറ്റ വന്നിരിക്കുന്ന കാണാറുണ്ടോ? വേസ്റ്റ് സാധനങ്ങൾ കിടക്കുന്ന സ്ഥലങ്ങൾ, വീട് പണിയുമ്പോ മാർബിൾ ഇടുക, ഗ്രാനൈറ്റ് പതിപ്പിക്കുക, ഇതിനൊക്കെ തർക്കമുണ്ടാവും. വേസ്റ്റ് വാട്ടർ പോകുന്നതിനെ പറ്റിയൊന്നും വലിയ ചിന്ത ഉണ്ടാവില്ല. ആണല്ലേ? അത് ചുമ്മാ പറമ്പിലേക്ക് വിട്ടാലും മതി, ധാരാളം രോഗങ്ങൾക്കത് കാരണമാവും. അപ്പൊ ആരോഗ്യത്തെക്കുറിച്ചുള്ള അവരുടെ കൺസെപ്റ്റില് വീടിന്റെ വിസർജ്യ ദ്വാരം, തന്റെ വിസർജ്യദ്വാരം രണ്ടും ആരോഗ്യത്തിന്റെ താക്കോലാണ്. വീടിനെ എടുത്തൊരു മനുഷ്യ ശരീരമെന്ന് സങ്കല്പിച്ചാൽ അതിനൊരു വിസർജ്യദ്വാരമുണ്ട്, മാലിന്യങ്ങളെല്ലാം പോവാൻ. തന്റെ ശരീരത്തിനുമുണ്ട്, സമാജത്തിന്റെ ശരീരത്തിനുമുണ്ട്. കടകൾ, കമ്പോളങ്ങൾ. നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ജനാധിപത്യം വന്നതിന് ശേഷം എല്ലാം അടിച്ചുവാരി റോഡിൽ തന്നെ ഇടുന്നതെന്ന് തോന്നുന്നു, അല്ലേ? പിന്നെ ഇവിടെയുള്ളവരെല്ലാം വാരിക്കൊണ്ട് തൊടുപുഴയാറ്റിലേക്കാണ് ഇടുന്നത്. എന്നിട്ട് അത് തൊടുപുഴയാറ്റിലേക്ക് ഇട്ട് അത് ഒഴുകി വരുമ്പോ തന്നെ മുങ്ങി കയറുകയും ചെയ്യും ഭക്തന്മാർ, അല്ലേ? ശരിയല്ലേ? രോഗകോടികൾക്ക് ഇത് കാരണമാവും. ഇത് നേരെ ഒഴുകിച്ചെന്ന് കടലിലോ മറ്റുള്ളിടത്തോ ചെന്നാൽ അതിൽ നിന്ന് വരുന്ന മത്സ്യങ്ങൾ രസഅയോണുകൾ ഉള്ളതാണെങ്കിൽ മിനിമാതാ രോഗം വരെ ഉണ്ടാവും. ആ രോഗത്തിന്റെ പേര് തന്നെ മിനിമാതാ കടലിൽ നിന്നുണ്ടായതാണ്. ജപ്പാന്റെ തീരത്ത്, ജപ്പാനിലുള്ള മിനിമാതാ എന്ന കടലിന്റെ തീരത്ത് ജീവിക്കുന്നവർക്ക് മത്സ്യം കഴിച്ചുണ്ടായ തളർച്ചയാണ് മിനിമാതാ രോഗമെന്നറിയപ്പെടുന്നത്. മിനിമാത, കടലിന്റെ പേരാണ് മിനിമാത. രോഗത്തിന്റെ പേരും അത് തന്നെയാണ്. ഇവിടെ ഡയഗ്നോസ് ചെയ്താലും മിനിമാതാം തന്നെയാണ് പറയാം. പ്ലാങ്ടൺ കഴിക്കുമ്പോൾ അതില് രസഅയോണുകൾ വന്നിട്ടുണ്ടാകുന്നതാണ്. അപ്പൊ ആരോഗ്യത്തിന്റെ ആധാരശില ആദ്യമായി ഈ വിസർജനം എങ്ങനെ, അത് എങ്ങനെ വൃത്തിയാക്കാം, ഇതിനെയൊക്കെ ആധാരമാക്കുക. ദിനചര്യയിലെ ഒന്നാമത്തെ ഐറ്റവും അതാണ്. അത് സ്വച്ഛന്തമായിരിക്കണം. എവിടെയാകണം, എങ്ങനെയാകണം, ആയിക്കഴിഞ്ഞ് എന്ത് ചെയ്യണം, ഇതിലൊക്കെ നിഷ്ണാതന്മാരായിരുന്നു പൗരാണികർ. നല്ലെന്ന് പറഞ്ഞോട്ടെ. നിങ്ങളുടെയൊക്കെ ബെഡ്റൂമിലെ ക്ലോസറ്റിൽ നിന്ന് നിങ്ങൾ ഡയറക്റ്റ് ബെഡ്റൂമിലേക്കാണ് കയറുന്നത്. പുറത്തുനിന്ന് അതിഥികൾ വന്നാലും. ശരിയാണോ? അറ്റാച്ച്ഡില് ആ ബെഡ്റൂമിൽ നിന്ന് വേറൊരു മുറിയിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് അതിലേക്ക് കയറി, അല്ലെ അവിടുന്ന് ഇറങ്ങി ഇപ്പുറത്ത് വന്ന് കാലും കൈയൊക്കെ തുടച്ചിങ്ങോട്ട് കയറാൻ പാകത്തിനല്ല അറേഞ്ച്മെന്റ് എന്ന് തോന്നുന്നു. ശരിയാണോന്നറിയില്ല. സ്ഥലത്തിന്റെ കുറവൊന്നുമല്ലെന്ന്. വേറെ എന്തിനെല്ലാം കാശ് മുടക്കുന്നു. 10 സെന്റ് മേടിച്ച് അതിനകത്ത് വീട് വെക്കുന്നവൻ ഗ്രാനൈറ്റ് ഒതുക്കുമ്പോൾ ഗ്രാനൈറ്റ് മാറ്റിയിട്ട് സാധാരണ മെഴുകിയ തറയാക്കിയാലും ആരോഗ്യത്തിനാണ് പ്രാധാന്യമെങ്കിൽ അതല്ലേ ഉണ്ടാക്കേണ്ടത്. അങ്ങനല്ലേ എന്ന് പറയണ്ടേ? ആരോഗ്യം നമുക്ക് ഒന്നാം ഭാഗത്തില്ല.
നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന അന്യന് അസൂയ വരാനാ, അത് തന്നെ രോഗമാകുകയും ചെയ്യും. അസൂയ ഉണ്ടാകുമ്പോൾ അവനുണ്ടാകുന്ന രോഗവും അസൂയയിലൂടെ അവന്റെ മനസ്സിലുണ്ടാകുന്ന വിക്ഷേപങ്ങൾ തരംഗരൂപത്തിൽ നമ്മളിലുണ്ടാക്കുന്ന രോഗവും. മനസ്സിലായോന്നറിയില്ല. രണ്ടു തരത്തിലും. മറിച്ച് ആരോഗ്യത്തിനാണ് പ്രാധാന്യമെങ്കിൽ ആരോഗ്യമുണ്ടാകും വിധത്തിൽ വേണം ഇതിനെ രൂപപ്പെടുത്താൻ, ഭാവന ചെയ്യാൻ. വീടും കുടുംബവും സമാജവും ചുറ്റുപാടുമെല്ലാം ഇരിക്കട്ടെ. അപ്പൊ ഒന്നാം ഭാഗം ദിനചര്യയില് ഈ വിസർജനത്തിനാണ്. അത് ഭംഗിയായി കഴിഞ്ഞാൽ അടുത്തത് വായ വൃത്തിയാക്കണം. ദിനചര്യയില് പല്ല് തേക്കുന്നതാണ്. എന്തുകൊണ്ട് പല്ല് തേക്കണം, എങ്ങനെ പല്ല് തേക്കണം, എങ്ങനെ വായ കുലുക്കുഴിയണം, ഇതെല്ലാം അടങ്ങുന്ന ഒരു ഭാഗമുണ്ട്. ദന്തധാവനം, ഗണ്ടൂഷം എന്നൊക്കെ പറയും. പിന്നെ പണ്ടുള്ളവർ ബ്രഷൊക്കെ ഉപയോഗിച്ചിരുന്നു. മരങ്ങളുടെ കൊമ്പുകളാണ്, ചെറുവിരലിന്റെ വലിപ്പത്തിലുള്ള വേപ്പ്, കരിങ്ങാലി, അർക്കമല്ലെങ്കിൽ വെളുത്ത എരിക്ക്, ഇങ്ങനെയുള്ള പദാർത്ഥങ്ങളുടെ കൊമ്പുകളാണ്, ഇങ്ങനെയുള്ള മരങ്ങളുടെ കൊമ്പുകളാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. പേസ്റ്റും അവരുപയോഗിച്ചു. ഒരുപാട് തരം പേസ്റ്റുകളുടെ വർണ്ണനയുണ്ട്. സർവ്വസാധാരണമായ ഒരെണ്ണം ചുക്ക്, മുളക്, തിപ്പലി, ജാതിപത്രി, ജാതിക്ക, മായക്ക മുതലായതും വെളിച്ചെണ്ണ, എള്ളെണ്ണയും ചേർത്ത് ഒരു പേസ്റ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് ഈ കൊമ്പ് ഉപയോഗിച്ച് തേക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് പണ്ടുള്ളവർ ഉപയോഗിച്ച ഇത്. വേറെ അനേക വിധത്തിലുള്ള പേസ്റ്റുകളുടെ ചിത്രണങ്ങള് ഈ ഗ്രന്ഥങ്ങളിലുണ്ട്, സർവ്വസാധാരണമായ. അപ്പോ വായ വൃത്തിയാക്കി വെക്കുക. എപ്പോഴൊക്കെ പല്ല് തേക്കണം? 2 സമയങ്ങളാണ് നിർബന്ധമായവർ പറയുന്നത്. 1 രാവിലെ, 2 ഓരോ ഭക്ഷണവും കഴിഞ്ഞ്. രാവിലെ നിർബന്ധമായും തേക്കണം, ഓരോ ഭക്ഷണം കഴിഞ്ഞും തേച്ച് വൃത്തിയാക്കണം. ഗണ്ടൂഷത്തിന് തൈലങ്ങള്, പാല്, ചില മരങ്ങളുടെ തോലുകൾ ഇട്ടു വന്ന വെള്ളം, ഇവയൊക്കെ അവര് പ്രത്യേകം പറയുന്നുണ്ട്. അവയൊക്കെ അണുവിനാശകങ്ങളായി ഉപയോഗിക്കുന്നവയാണ്. ഇലഞ്ഞിയുടെ തോല്, അതുപോലെ തന്നെ നാൽപ്പാമരത്തിന്റെ തോല്, ഇവയുടെയൊക്കെ വെന്ത വെള്ളങ്ങൾ, പാല്, അതുപോലെ ഉണ്ടാക്കിയ ചില തൈലങ്ങൾ, അരിമേധാദി തൈലം മുതലായ തൈലങ്ങൾ, ഇവയൊക്കെയും അവർ വിശദമായി പറയുന്നുണ്ട് എങ്ങനെ വൃത്തിയാക്കണം എന്നുള്ളതിന്. രാവിലെയും ഓരോ ആഹാരം കഴിഞ്ഞും, ഇപ്പൊ കിടക്കുമ്പോഴും ഒരു തേപ്പ് ഉണ്ടാവുമെന്ന് തീർച്ചയാണ്. ഇത്രയാണ് അതിലവർ പറയുന്നത് ദിനചര്യയിൽ 2ാമത്തെ ഭാഗമായി. അപ്പൊ ആദ്യം വിസർജനം, 2 ദന്തധാവനം, ഗണ്ടൂഷം, നേത്രാഞ്ജനം, കണ്ണെഴുതണം. കണ്ണിന്റെ രോഗങ്ങളില്ലാതിരിക്കുന്നതിന് നേത്രാഞ്ജനത്തിന് അവർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. രസാഞ്ജനം ഉപയോഗിച്ചെഴുതാനാണ് പൊതുവെ പറയുന്നത്. സാഞ്ജനം എന്ന് പറഞ്ഞാല് മരമഞ്ഞള് നിന്നെടുക്കുന്ന ഒരു സാധനമാണ്. അത് രൂപപ്പെടുത്തിയെടുക്കുന്നതാണ്, അതിന്റെ കഷായമൊക്കെ വെച്ച്. അതുപയോഗിച്ചെഴുതാനാണ് അവര് പൊതുവെ പറയുന്നത്. പല മരുന്നുകളും ഔഷധ കൽപ്പനകളും ഇതിലേക്ക് അവർ നിർദ്ദേശിക്കുന്നുണ്ട് വേറെയും. പിന്നെ നസ്യം, മൂക്കില് ചില മരുന്നുകൾ ഒഴിച്ച് മൂക്കിനെ വൃത്തിയാക്കുക. അവ കണ്ണ്, മൂക്ക്, ചെവിയില് വൃത്തിയാക്കുക. ഇങ്ങനെയുള്ളതെല്ലാം ഒരു ഭാഗമാണ്. 2 തുള്ളി എണ്ണ ഒഴിയും, ഇത് തുടച്ചെടുത്ത് കളയും. വീണ്ടും അവര് എണ്ണ തേപ്പിനാണ് പിന്നെ പ്രാധാന്യം കൊടുക്കുന്നത്. ത്വക്കിന്റെ കലകളും മസ്തിഷ്കത്തിന്റെ കലകളും ഒരേ വർണ്ണവസ്തു കൊണ്ടാണെന്ന് ചരകൻ
അതുകൊണ്ട് മസ്തിഷ്കത്തിന്റെ പുനരുജ്ജീവനത്തിന് ത്വക്കിന് കൊടുക്കുന്ന പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ത്വക്കിലേക്ക് അടുപ്പിക്കാവുന്ന വസ്തുക്കൾ, അടുപ്പിക്കരുതാത്ത വസ്തുക്കൾ, ത്വക്കിന്റെ പരിചരണം, ഇതൊക്കെ വളരെ പ്രാധാന്യത്തോടെ അവർ കണ്ടിരുന്നു. ത്വക്കിലുണ്ടാകുന്ന ഓരോ മാറ്റവും, അതുകൊണ്ടാണ് കുട്ടിക്കാലത്തും മറ്റും കുട്ടികള് ആയിരിക്കുമ്പോൾ കമ്മോടിൽ കൊണ്ടിരുത്തില്ല. കുട്ടികളായിരിക്കുമ്പോ കട്ടിയുള്ള പദാർത്ഥങ്ങളൊന്നും കുട്ടികളുടെ ത്വക്കില് ഇട്ട് മൂടില്ല, സൗകര്യത്തിന് വേണ്ടി. കുട്ടികളായിരിക്കുമ്പോൾ ത്വക്കിൽ കാറ്റോ മറ്റുള്ളതോ അടിക്കാൻ ഇടയുണ്ടാക്കില്ല. കുട്ടികളായിരിക്കുമ്പോൾ അവരുടെ വിസർജ്യ വസ്തുക്കൾ ത്വക്കിൽ പറ്റിയിരിക്കാൻ അനുവദിക്കില്ല. ഇത്രയും കാര്യം നിങ്ങൾക്ക് ഓർമ്മയുള്ള കാലത്ത് തന്നെ ശരിയാണെന്ന് തോന്നുന്നു. ഇത്രയും കാര്യം നിങ്ങളുടെ ഓർമ്മയുടെ കാലഘട്ടത്തിൽ തന്നെ വീടുകളിൽ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കുട്ടികൾ മുത്തശ്ശിമാരുടെയും അമ്മമാരുടെയും ഒക്കെ കാലിലിരുന്നാണ് വിസർജനം ചെയ്തിരുന്നത്. ശരിയായിരിക്കോ? കാല് നീട്ടിവെച്ച് കാലിലിരുത്തി കാല് ചലിപ്പിച്ച് ത്വക്കിലുണ്ടാകുന്ന ചലനം ഹൈപ്പോതലാമസിലെത്തി വിസർജനത്തിന് പ്രേരിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. കമ്മോടിൽ കൊണ്ടിരുത്തിയാൽ മൃദുലങ്ങളായ ത്വക്ക് കമ്മോടിന്റെ ഭിത്തിയിൽ മുട്ടുമ്പോൾ മസ്തിഷ്കത്തിൽ ചാലകശക്തി ഉണ്ടാവും. കരപ്പൻ മുതലായ രോഗങ്ങൾ ത്വക്കിലുണ്ടായാൽ ഉന്നതതരം മരുന്നുകൾ പുരട്ടി പെട്ടെന്ന് പോയി ഉണക്കില്ല, മസ്തിഷ്കത്തെ ബാധിക്കും. കാലിലും മറ്റു ത്വക്കിന്റെ ത്വക്കിൽ മറ്റു പ്രദേശങ്ങളിലുമൊക്കെ ഉണ്ടാകുന്ന വ്രണങ്ങളൊന്നും പെട്ടെന്ന് ഉണക്കിയിരുന്നില്ല പണ്ട് കാലത്ത്. ഒന്നും അറിയില്ല, കേട്ടിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്താൽ അത് മസ്തിഷ്കത്തെയാണ് ആദ്യം ബാധിക്കുക. അതുപോലെ തന്നെ കുട്ടികളെ ഉടുപ്പിക്കുന്നത് കൂമ്പാളയായിരുന്നു. കൂമ്പാള എന്നല്ലേ പറയാ. ഇതിന്റെ കാരണം കട്ടിയുള്ളതൊന്നും ഉടുപ്പിക്കില്ല. കുട്ടികളുടെ വിസർജ്യങ്ങള് ത്വക്കിൽ പറ്റിയിരിക്കാൻ ഇപ്പോഴത്തെ രീതിയിലുള്ള നാപ്പി പാഡ്സ് ഒന്നും വെച്ചിരുന്നില്ല. അതെല്ലാം നേരിട്ട് മസ്തിഷ്കത്തെ ബാധിക്കുമെന്ന് ചരകൻ. കാരണം മസ്തിഷ്ക കോശങ്ങളും ത്വക്കിന്റെ കോശങ്ങളും ഒരേ വർണ്ണവസ്തുവിനാലാണ്. ആധുനിക വൈദ്യശാസ്ത്രവും അത് സമ്മതിക്കുന്നു. എക്ടോഡാം. ഒരഭിപ്രായ വ്യത്യാസവുമില്ല രണ്ടും തമ്മിൽ. നമ്മുടെ ചെയ്തികളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് മസ്തിഷ്കത്തെ ബാധിക്കാതിരിക്കണമെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടിയുണ്ടായി ആദ്യം തന്നെ ഭൂമിയിലേക്ക് ജാതനായ കുഞ്ഞിനെയും കയ്യിലെടുത്ത് ബൈക്കിലുമൊക്കെ യാത്ര ചെയ്യുമ്പോ കാറ്റ് നേരെ ത്വക്കിലടിക്കുമ്പോ അമ്മയുടെ ഉദരത്തിൽ കിടന്ന കുഞ്ഞ് പുറത്തുനിന്നുള്ള കാറ്റ് ശക്തിയായി അടിക്കുന്നതിന് ത്വക്ക് പര്യാപ്തമാകുന്നതിന് മുമ്പേ ത്വക്കിൽ കാറ്റടിക്കുമ്പോൾ മസ്തിഷ്കത്തെയാണ് ബാധിക്കുന്നത്. ഇന്ന് പൊതുവെ കാണാവുന്ന കാഴ്ചയാണെന്ന് തോന്നുന്നു, അല്ലേ? ഇന്ന് പൊതുവെ കാണാവുന്ന കാഴ്ചയാണെന്ന് തോന്നുന്നു. ബൈക്കിലും സ്കൂട്ടറിലും ഒക്കെ ഭർത്താവും ഭാര്യ ഇരുന്ന് അല്പം സ്പീഡ് കുറഞ്ഞാൽ കുറച്ചുകൂടെ സ്പീഡിൽ ഓടിക്കണോ എന്ന് പറഞ്ഞ് കാറ്റ് കുഞ്ഞിന്റെ ദേഹത്തടിക്കുമ്പോ ഇത് കുഞ്ഞിന്റെ ത്വക്കിനെ മാത്രമല്ല ബാധിക്കുക, മസ്തിഷ്കത്തെയും. കുറെ കഴിഞ്ഞ് ബുദ്ധിമാന്ദ്യത്തിനോ ബ്രെയിൻ പാൾസിക്കോ ഒക്കെ ചികിത്സിക്കാൻ കൊണ്ടു നടക്കുമ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നാണ് തന്റെ കുഞ്ഞിന് ഈ രോഗമുണ്ടായത് എന്നറിയുവാനുള്ള സാമൂഹികതയോ അതിനുള്ള വിദ്യാഭ്യാസമോ ആധുനിക സമൂഹത്തിന് അന്യമാണ്. ഇത്രയും പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും മനുഷ്യൻ നടത്തിക്കഴിഞ്ഞിട്ടും. ശരിയാണോ? ആലോചിച്ച് മാത്രം തീരുമാനിച്ചാൽ അപ്പം പണ്ടുള്ളവർ നടത്തിയ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളുമൊക്കെ തെറ്റാകാം, ശരിയാകാം, വിശ്വാസമാകാം, അനാചാരമാകാം. ഇന്നത്തെ നിലയിൽ നിങ്ങൾക്ക് പരിശോധിച്ചു നോക്കാം. അപ്പൊ അതുകൊണ്ട് ത്വക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളുടെ ശരീരത്തിലെ മലങ്ങൾ വിസർജിക്കുന്നതിൽ ഏറ്റവും ശക്തിയുള്ള ആവരണവും ത്വക്ക് തന്നെയാണ്. രോഗങ്ങളിൽ ഒട്ടനേകം ഉണ്ടാകുന്നതിൽ ഈ ത്വക്കിന്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നിർണായക അവസ്ഥകളിൽ മറ്റു പല ആന്തരിക അവയവങ്ങളുടെയും പ്രവർത്തനം ത്വക്കേറ്റെടുക്കുകയും ചെയ്യും. വളരെ ആന്തരികങ്ങളായ അവയവങ്ങളെ പ്രവർത്തിപ്പിക്കുവാൻ
പറ്റാതെ വരുന്ന അവസ്ഥയിൽ എല്ലാ പ്രവർത്തനവും ഏറ്റെടുത്ത് പ്രവർത്തിപ്പിക്കുന്നതിൽ ത്വക്കിന്റെ പങ്ക് വളരെ നിർണായകമാണ്. അതുകൊണ്ട് ഈ കവചം വളരെ സൂക്ഷിക്കണം എന്നാണ് അവർ പറയുക. അതിന്റെ ഭാഗമായി അവര് അഭ്യംഗം, എണ്ണതേപ്പ്, ശരീരത്തിൽ എണ്ണ തേക്കും. ദേഹത്തിൽ ഇത്ര തേക്കണം, കണ്ണിലിത്ര, മൂക്കിലിത്ര, ചെവിയിലിത്ര എന്നൊക്കെ അതിന് മാത്രകളൊക്കെ ഉണ്ടാവും. തലയിലിത്ര, എന്തുതരം എണ്ണകളാണ് തേക്കേണ്ടത്, ഏത് ഋതുവിന് ഏതെണ്ണയാണ് തേക്കേണ്ടത്, ഋതുക്കൾ മാറുമ്പോൾ എണ്ണകൾ മാറേണ്ടി വരും. പിത്തപ്രകൃതമായിട്ടുള്ളവൻ, വാദപ്രകൃതമായിട്ടുള്ളവൻ, കഫപ്രകൃതമായിട്ടുള്ളവൻ എല്ലാവരും ഒരേ എണ്ണയല്ല. അതിന് എണ്ണയ്ക്ക് വ്യത്യാസമുണ്ട്. അപ്പൊ ഇങ്ങനെ അതിനെയെല്ലാം വർണ്ണിക്കുന്ന വളരെ വിപുലമായ ഒരു ഭാഗമുണ്ട്. എത്ര തേക്കണം, എങ്ങനെ തേക്കണം, തേച്ച് എത്ര നേരം നിൽക്കണം, ഓരോ ഋതുവിലും എത്ര കാലം നിൽക്കണം. ഇതിന്റെ മിനിറ്റൊക്കെ വ്യത്യാസമാണ്, നിമിഷങ്ങളൊക്കെ വ്യത്യസ്തമാണ്. ഇതെല്ലാം എല്ലാ ദിവസവും ചെയ്യാം, വാരത്തിലൊരിക്കലാകാം. ഇങ്ങനെയൊക്കെ അഭ്യംഗത്തിന്റെ കാഴ്ചപ്പാടുകൾ. ഇതൊക്കെ ആരോഗ്യമുള്ളവന്റെ കാര്യമാണ് ഇപ്പൊ പറയുന്നത്. ആരോഗ്യമില്ലാത്തവന്റെ അവസ്ഥ വന്നാൽ ഇതിനെല്ലാം മാറ്റം വരും. ചില രോഗങ്ങളുള്ളവൻ എണ്ണ തേക്കരുത്, ചില രോഗങ്ങളുള്ളവൻ പല്ല് തേക്കരുത്, ചില രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ കുളിക്കരുത്, ചില രോഗങ്ങൾ എത്തിക്കഴിഞ്ഞാൽ പേസ്റ്റ് ഉപയോഗിക്കരുത്, ചില രോഗങ്ങൾക്ക് ജലമരക്കമ്പുകൾ ഉപയോഗിക്കരുത്. ഇതെല്ലാം ഞാൻ പറഞ്ഞത് ആരോഗ്യമുള്ളവനെ സംബന്ധിച്ച് മാത്രമാണ്. അതുകൊണ്ട് ഇത് കേട്ടിട്ട് പോയി രോഗമുള്ളവൻ ചെയ്യുന്നതിന് മുമ്പ് രോഗനിലയെ നോക്കിയിട്ട് വേണം ഇതെല്ലാം ഉപയോഗിക്കാൻ. രോഗമില്ലാത്ത ആരോഗ്യനിലയിലെ ശരീരത്തെ പരിപാലിക്കുന്നതിനുള്ളതാണ് ഈ പറഞ്ഞതെല്ലാം വിധി. മനസ്സിനെക്കുറിച്ച് നല്ലോലെ പറഞ്ഞിട്ടുണ്ട്, മനസ്സിനെക്കുറിച്ച് നല്ലോലെ പറഞ്ഞിട്ടുണ്ട്, അതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതായില്ലല്ലോ, അതായില്ല, വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോ അതുകൊണ്ട് അതിനും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അഭ്യംഗം കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ, സൗന്ദര്യം, ലാഘവം, ശരീരത്തിന് രോഗങ്ങളൊന്നും വരാതിരിക്കൽ, ഇങ്ങനെ വളരെ വിശദമായി അവയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞാണ് കുളി. കുളിക്കുന്നതിലും നിയമങ്ങളും നിഷ്ഠകളുമൊക്കെ വളരെയുണ്ട്. ഓരോ ഋതുവിലും ജലത്തിന്റെ രീതിയും ബാക്കിയുള്ളതുമെല്ലാം വർണ്ണിച്ചിട്ടുണ്ട്. ഇതൊക്കെ ദിനചര്യയിൽപ്പെടുന്നതാണ്. സ്വച്ഛന്തമായ ഒരു ദിനചര്യ. ഈ കുളിക്ക് മുമ്പ്, അഭ്യംഗത്തിന് മുമ്പ് ഒരെണ്ണം ഞാൻ വിട്ടുപോയിട്ടുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്, വ്യായാമം. എല്ലാവർക്കും വേണ്ട. മറ്റ് വ്യായാമത്തിന് തുല്യമായ പണികളെടുക്കുന്ന ആളുകൾക്ക് വ്യായാമം പ്രത്യേകിച്ച് വേണ്ട. പൗരാണിക കാലത്ത് തന്നെ ധാരാളം വ്യായാമശാലകളെല്ലാം ഉണ്ടായിരുന്നു. 70 കഴിഞ്ഞ വൃദ്ധന്മാർ വ്യായാമം ചെയ്യേണ്ടതില്ല. 16 താഴെ പ്രായമുള്ള ചെറുപ്പക്കാർ വ്യായാമം ചെയ്യേണ്ടതില്ല. 16 60 ഇടയിലാണ് വ്യായാമം വേണ്ടത്. പഴയ നിയമം അനുസരിച്ച്, സുശ്രുതവും മറ്റും അനുസരിച്ച്. കഴിഞ്ഞു പോയോണ്ട് വേണ്ട. അതാ പറഞ്ഞ ഞങ്ങള് ഒരേ പ്രായം. ഒന്നല്ല, കുറച്ചുകൂടെ കൂടുതൽ. ചിരിക്കാൻ പറഞ്ഞല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞു. അതുകൊണ്ട് കരുതി തന്നെ പറഞ്ഞാണ്, അതറിയാം, അതുകൊണ്ട് പറഞ്ഞ.